ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തണിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഹലോ വേൾഡ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സിയിൽ എങ്ങനെയാണ് കോഡ് ഉപയോഗിക്കുന്നതെന്നും സി പ്ലസ്സിൽ എങ്ങനെയാണ് കോഡ് ഉപയോഗിക്കുന്നതെന്നും ജാവയിൽ എങ്ങനെയാണ് കോഡ് ഉപയോഗിക്കുന്നതെന്നുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സിയിലാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ലൈൻസ് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റു മെയിൻ പ്രിന്റ് എഫ് ഹെലോ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം, റിട്ടേൺ 0. C++നകത്താണെങ്കിൽ എങ്ങനെയാ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഹെഡറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ജാവയിലാണെങ്കിലും അതുപോലെ പബ്ലിക് ക്ലാസ് ഹെലോ വേൾഡ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുക്കണം. പക്ഷെ പൈത്തണിനകത്താണെങ്കിൽ നോക്കിയേ, പ്രിന്റ് ഹെലോ വേൾഡ് ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ സിംഗിൾ ലൈനിൽ തന്നെ പരിപാടി തീർത്തു. അതുകൊണ്ടാണ് പൈത്തൺ ഇത്രത്തോളം പോപ്പുലർ ആകാൻ കാരണവും എല്ലാ ബിഗിനേഴ്സ് തൊട്ട് അഡ്വാൻസ്ഡ് ലെവലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയി മാറിയത്. വിച്ച് ലാംഗ്വേജ് ഈസ് ഫാസ്റ്റർ? നമുക്ക് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നിലവിൽ അവൈലബിൾ ആണ് അല്ലേ. സി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റസ്റ്റ് ലാംഗ്വേജ് ആണ്. C++ പിന്നെ പറയണ്ട, അത് വെരി ഫാസ്റ്റ് ആണ്. ജാവയാണെങ്കിൽ മോഡറേറ്റ് ലെവലിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ വന്നിട്ട് സ്ലോവസ്റ്റ് ലാംഗ്വേജ് ആണ്. സ്ലോ ആയിട്ടുള്ള ലാംഗ്വേജ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്. സ്ലോ ആണെങ്കിൽ നമുക്ക് ടാസ്കുകളെല്ലാം സ്ലോ ആയിരിക്കും അല്ലേ, യൂസ് ചെയ്യില്ലല്ലോ. ബട്ട് എന്തിനാ ഈവൻ ദോ പൈത്തൺ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്ര സ്ലോ ആകുന്നത്? കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു ഇന്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. റൺസ് ലൈൻ ബൈ ലൈൻ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അത് റൺ ചെയ്യുന്നതും. പിന്നെ ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണ്. ഡൈനാമിക്കൽ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഡേറ്റ കൊടുക്കുവാണെങ്കിൽ ഇപ്പം A=5 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും അവിടെ 5 എന്ന് പറയുന്ന ഇൻറ്റിജർ അല്ലേ. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ നമ്മൾ ആ 5 ഇൻറ്റിജർ ആണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ മൈ നെയിം ഈസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ് എന്നുള്ള എല്ലാ ഡേറ്റ ടൈപ്പ് കൊടുക്കുമ്പോഴും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. പോയിന്റ് സംഖ്യകൾ വരുവാണെങ്കിൽ അതൊരു ഫ്ലോട്ട് വാല്യൂ ആണ് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇപ്പോൾ കമ്പ്യൂട്ടറിന് അറിയത്തുള്ളൂ. പക്ഷെ പൈത്തൺ ലാംഗ്വേജിനകത്താണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സ്വന്തമായി തന്നെ അത് എന്ത് ചെയ്യും, മനസ്സിലാക്കും. ഇതൊരു ഇൻറ്റിജർ ആണ്, ക്യാരക്ടർ വാല്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായി തന്നെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക്കൽ ടൈപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനൊക്കെ സമയമെടുക്കും, മനസ്സിലായോ? ഇതിനൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം അതെടുക്കും. പിന്നെ ഇത് കമ്പൈലേഷൻ കാര്യങ്ങളൊന്നും ഇതിന് പ്രത്യേകിച്ച് ആവശ്യമില്ല. ബാക്കിയുള്ള ലാംഗ്വേജിലെല്ലാം കമ്പൈലേഷൻ വരുന്നുണ്ട്. കമ്പൈലേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഒരു അല്ലെങ്കിൽ C++ ഇതുപോലുള്ള ലാംഗ്വേജിൻ്റെ ഓരോ ഇൻ്റർഫേസുകൾ ഉണ്ടാവുമേ. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ടർബോ C++, അല്ലെങ്കിൽ പൈത്തൺ ആണെങ്കിൽ സ്പൈഡർ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നറിയാമോ? നേരെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന കോഡ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് 0, 1 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സ് മാത്രം ചേർന്ന ഒരു കോമ്പിനേഷൻസ് ഓഫ് 0, 1 എന്നൊക്കെ പറയാം. അത് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ ആക്ച്വലി. അപ്പോൾ ഇതെന്ത് ചെയ്യും, സിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം കോഡ് നേരെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ മെഷീൻ ലാംഗ്വേജിലായിരിക്കും അതിൻ്റെ ടാസ്കുകളും മാത്തമാറ്റിക് ലോജിക്കലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പിന്നെ C ലാംഗ്വേജിലോ C++ ലാംഗ്വേജിലോ വോട്ടെവർ അത് നമുക്ക് തിരിച്ച് തരികയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പൈത്തൺ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് സ്ട്രെയിറ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ റൺ ചെയ്യും. ഇതൊരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. പിന്നെ ഡൈനാമിക്കലി ടൈപ്ഡ് ആയതുകൊണ്ട് അതിനും സമയമെടുക്കും, മനസ്സിലായി. കമ്പൈലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സ്ലോ ആയിരിക്കും കുറച്ചുകൂടി പെർഫോമൻസ്. കാരണം മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും മെഷീൻ നന്നായി പെട്ടെന്ന് വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതൽ. കാരണം പെട്ടെന്ന് അതിന് കാര്യങ്ങളെല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്ന് പറയുന്നത് വൈ പൈത്തൺ, എന്തുകൊണ്ടാണ് പൈത്തൺ പിന്നെ യൂസ് ചെയ്ത് നോക്കാമേ. ഇത്രയും സ്ലോ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പൈത്തൺ ഉപയോഗിക്കുന്നത്? കാരണം വളരെ ഈസി ടു ലേൺ ആൻഡ് റീഡ് ആണ്. ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സിൻടാക്സ് കാരണം നമുക്ക് പോപ്പുലർ ആണിത്. പിന്നെ വളരെ ചുരുങ്ങിയ വരികളിൽ നമുക്ക് കോഡിങ് തീർക്കാൻ പറ്റും, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ലൈബ്രറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ AI റിലേറ്റഡ് ടാസ്ക് ആണ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ലൈബ്രറീസ് ഉണ്ടാകും. അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു കുറേ ലൈബ്രറീസ് ഉണ്ടാകും. അപ്പോൾ ഈ ലൈബ്രറീസിന്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ടാസ്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ലൈബ്രറി എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ നമുക്ക് മൊഡ്യൂൾസും അല്ലെങ്കിൽ ഫംഗ്ഷൻസും ഇതേമാതിരിയുള്ള കുറേ സാധനങ്ങളെല്ലാം നമ്മുടെ ടാസ്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും. അതേമാതിരി തേർഡ് പാർട്ടി ലൈബ്രറീസും കറന്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലൈബ്രറീസ് ഒക്കെ നമ്മുടെ ടാസ്കിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈബ്രറീസ് പൈത്തണിൽ അവൈലബിൾ ആണ്.
അതുകൊണ്ടാണ് അത് ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര വലിയൊരു കോംപ്ലക്സിറ്റി ഉള്ള ടാസ്ക് ആണെങ്കിലും ഇപ്പോൾ വലിയൊരു ഡേറ്റ സെറ്റ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നെങ്കിലും അത് സത്യം പറഞ്ഞാൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും. പക്ഷേ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ലൈബ്രറീസിന്റെ സഹായത്തോടു കൂടി പൈത്തൺ പെർഫോം ചെയ്യും. അതുകൊണ്ടാണ് പൈത്തൺ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ലൈബ്രറീസിന്റെ സഹായം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഗ്രേറ്റ് ഫോർ ഓട്ടോമേഷൻ ആൻഡ് സ്ക്രിപ്റ്റിംഗ്. ഓട്ടോമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി എനിക്ക് കോഡിംഗ് അറിയാമെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ കോഡിംഗ് അല്ല ആക്ച്വലി ചെയ്യുന്നത്. കോഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ ഞാൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ആ എൻറ്റയർ കോഡിംഗ് പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക കോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും സ്മോൾ ടാസ്കോ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്ന ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കോഡിംഗ് അല്ലെങ്കിൽ ആ ഒരു കോഡിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അത് വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നും പറയാറുണ്ട് പൈത്തനെ. പിന്നെ ഹ്യൂജ് കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ടാണ്. ഒബ്വിയസ്ലി അങ്ങനെ ആണല്ലോ. കാരണം ഗൂഗിള്, നാസ പോലുള്ള വലിയ വലിയ കമ്പനികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൈത്തൺ ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആണ്. എല്ലാ ലോകത്തെമ്പാടുമുള്ള കുറേ പേര് പൈത്തൺ ഉപയോഗിക്കുന്നുണ്ട്. സോ ഗുഡ് കമ്മ്യൂണിറ്റിയാണ്, ഹ്യൂജ് കമ്മ്യൂണിറ്റിയാണ്, അതിൻ്റെ സപ്പോർട്ടും ഉണ്ട്. പിന്നെ യൂസ്ഡ് ബൈ ബിഗ് കമ്പനീസ്, AI, അതുപോലെ ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലൈബ്രറീസ് ഒക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ നമുക്ക് ജാവ, അതുപോലെ C ഇതുപോലുള്ള ഡേറ്റാബേസുമായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പൈത്തൺ നമുക്ക് ജാവ, C ഡേറ്റാബേസുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് OSൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് OS എന്ന് ഉദ്ദേശിക്കുന്നത് വിൻഡോസ്, ലിനക്സ്, മാക്ക്, ഏത് ടൈപ്പ് ഓഫ് OS ആണെങ്കിലും നമുക്ക് അതിൽ പൈത്തൺ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി. സോ അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പൈത്തൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്റർഫേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാമേ. ബേസിക് ആയിട്ടുള്ളത് ഐഡിയലി നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐഡിയലി അതിൻ്റെ കൂടെ ഉണ്ടാകും. സോ ബേസിക് ബിഗിനേഴ്സ് ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ ഐഡിയലി യൂസ് ചെയ്താൽ മതിയാവും ആദ്യകാലങ്ങളിൽ. പിന്നെ കമാൻഡ് ലൈനിലും നമുക്ക് ചെയ്യാൻ പറ്റും, സീനൊന്നുമില്ല. പിന്നെ VS കോഡ് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ പേർപ്പസ് കോഡിങ്ങിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇന്റർഫേസാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഇന്റർഫേസ്, മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന, മിക്ക കമ്പനികളിലൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. ജുപ്പിറ്റർ നോട്ട്ബുക്ക് വന്നിട്ട് നമുക്ക് ടീച്ചിങ്ങിനും ഡേറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഉപയോഗിക്കുന്നത്. ഇതിനും നമുക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗൂഗിൾ കൊളാബിന് പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷൻ വരുന്നില്ല. നമ്മൾ Gmail ലോഗിൻ ചെയ്യില്ല, അതേമാതിരി ഗൂഗിൾ കൊളാബ് എന്ന് നമ്മൾ ബ്രൗസ് ചെയ്തിട്ടാണ് കയറുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് AI/ML പ്രൊജക്റ്റുകളും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, അതായത് നമുക്കിത് ഡയറക്റ്റ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആണ് ചെയ്യുന്നത് ഗൂഗിൾ കൊളാബിൽ. സോ ഇത് നല്ല അത്യാവശ്യം ഹെവി പ്രോജക്ട്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പൈചാം വന്നിട്ട് ഇതിനും ഇൻസ്റ്റാളേഷൻ ആവശ്യമാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഐഡിയലിയാണ്, അഡ്വാൻസ്ഡ് IDE ആണ്. സോറി, ഐം സോ സോറി. പിന്നെ ലാർജ് പ്രൊജക്ട്സിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ കമ്പൈലേഴ്സ് ഉണ്ട്. ഓൺലൈൻ കമ്പൈലേഴ്സ് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഓൺലൈൻ പൈത്തൺ കമ്പൈലേഴ്സ് കുറേ വരും, ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ചില ഇന്റർവ്യൂസിനൊക്കെ അവർ ഓൺലൈൻ കമ്പൈലേഴ്സ് ആണ് യൂസ് ചെയ്യാൻ പറയാം. സോ അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് സ്പൈഡർ ഉണ്ട്. ഇതൊക്കെ പേരുകൾ ഓർത്തു വെക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡന്റേഷൻ ആൻഡ് സിൻടാക്സ്. എന്താണ് ഇൻഡന്റേഷൻ എന്നും അതുപോലെ സിൻടാക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാമേ. എന്താണ് ഇൻഡന്റേഷൻ? പൈത്തൺ യൂസസ് ഇൻഡന്റേഷൻ, സ്പേസസ് ഓർ ടാബ്സ് ടു ഡിഫൈൻ ബ്ലോക്സ് ഓഫ് കോഡ്. നോ കേളി ബ്രേസസ് ലൈക്ക് C++, ജാവ. നമുക്ക് ജാവയിലും സിയിലും C++ലൊക്കെ നമുക്ക് അത് പഠിച്ചവർക്കറിയാം, നമ്മളിങ്ങനെ കേളി ബ്രേസസ് വെച്ചിട്ട് നമ്മൾ ബ്ലോക്കുകൾ തരം തിരിച്ച് വെക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ കോഡിംഗ് എന്ന് പറയുന്നത് കുറേ വലിച്ചു വാരി കുറേ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കോഡ് ബ്ലോക്സ് ഒക്കെ തരം തിരിച്ച് മനസ്സിലാകാനും കമ്പ്യൂട്ടറിനാണെങ്കിൽ ഈസി ആയിട്ട് അത് ഒരു പർട്ടിക്കുലർ ബ്ലോക്കാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകാനൊക്കെ വേണ്ടി അത് തരം തിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ബുക്കിൽ എഴുതുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കും. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം പാരഗ്രാഫ് എഴുതുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു പാരഗ്രാഫ് എഴുതുന്നു. എന്തിനാ? ആ ഒരു എന്താ പറയുക, ആ ഒരു എസ്സേ ആണെങ്കിൽ ആ എസ്സേയുടെ ഒരു പെട്ടെന്ന് ടീച്ചേഴ്സിനാണെങ്കിലും മനസ്സിലാവാനും, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ ആണല്ലേ. അതേമാതിരി നമുക്ക് പൈത്തണിൽ കോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ബ്ലോക്ക് ഓഫ് കോഡ് കഴിയുമ്പോൾ നമ്മൾ ഇത്ര ഇൻഡന്റേഷൻ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഒരു ഇൻഡന്റേഷൻ സ്പേസ് എന്ന് പറയുന്നത് 4 ടാബ് ആണെന്നാണ് പറയുന്നത്. 4 സ്പേസസ് ഉണ്ടല്ലോ, ടാബ് സ്പേസസ്. അതാ ടാബ് അല്ല, സോറി, സ്പേസ്, നോർമൽ സ്പേസ് ഇല്ലേ, 4 സ്പേസുകൾ. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ
സോ അപ്പോൾ ഇൻഡന്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാതെ ഇപ്പോൾ ഈഫ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു ബ്ലോക്ക് തുടങ്ങിയെങ്കിൽ അതിൻ്റെ ബോഡി പാർട്ട് വരുമ്പോഴത്തേനും നമ്മളൊരു ഇവിടെ കണ്ട സ്പേസ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ കുറച്ച് സ്പേസ് നമ്മൾ കൊടുത്തേക്കും. ഇതിനെ നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയും. അതേസമയം നമ്മളിപ്പം ആദ്യം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ സ്പേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡന്റേഷൻ എറർ വരും. ഇൻഡന്റേഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ ഇൻ പൈത്തൺ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സിൻടാക്സ്. സിൻടാക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. സോ അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ടോക്കൺസ് പഠിപ്പിച്ചപ്പോൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈഫ്, എൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ കീവേഡ്സ് ആണ്. നോർമലി കീവേഡ്സ് വരുന്ന വരികളിൽ ഈ സെമികോളൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇതൊരു ആദ്യത്തെ ഇത് ഹെഡ് പാർട്ടാണ്, അതായത് ഏറ്റവും മെയിൻ പാർട്ടാണ്. അപ്പം അതിൻ്റെ ബോഡി പാർട്ട് കൊടുക്കുമ്പോഴത്തേനും ഈ ഒരു കീവേഡിൻ്റെ ബോഡി പാർട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഒബ്വിയസ്ലി എന്താ പറയുക ഇൻഡന്റേഷൻ കൊടുക്കണം കേട്ടോ. ഇതിന് മാത്രമല്ല അത് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത് ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. നമ്മൾ സ്പേസ് കൊടുക്കും, ബ്ലോക്കുകൾ തിരിച്ചറിയാൻ വേണ്ടി, ഓരോ കോഡ് ബ്ലോക്കുകളും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ സ്പേസുകൾ കൊടുക്കും. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതൊരു സിൻടാക്സിന്റെ പാർട്ട് തന്നെയാണെന്നുള്ളത് മൈൻഡ് ചെയ്ത് വെക്കുക. പിന്നെന്താണ് കമൻസ്? കമൻസ് എന്താണെന്ന് കൂടെ നോക്കാമേ. കമൻസ് ആർ നോട്ട്സ് റിട്ടൺ ഇൻസൈഡ് യുവർ കോഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ ബ്ലോക്ക് ഡസ്. Python ignores comments when running the program. They are only for human to read. എന്താണ് നമ്മൾ ഒരു വലിയ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഒരു കമ്പനി കയറുവാണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾക്കൊരു പ്രോഗ്രാമിൻ്റെ കോഡ് തന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു വലിയൊരു കോഡ് കാണുമ്പോഴത്തേനും മനസ്സിലാവുമോ എന്തെങ്കിലും പെട്ടെന്ന്? ഇല്ല. അപ്പോൾ ആ ഒരു കോഡ് ചെയ്ത് വെച്ച ആൾ എന്ത് ചെയ്യും? ഓരോ കമൻറ്റ്സ് ആയിട്ട് അതിനകത്ത് എഴുതി വെക്കും. ഇന്ന ബ്ലോക്ക് ഇന്നതിനാണ്, അല്ലെങ്കിൽ ഇന്ന ബ്ലോക്ക് ഇന്നതിനാണ്, ഇതാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ കമൻറ്റ്സിൽ കൊടുക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് പൈത്തണിനകത്ത് റൺ ചെയ്യുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല. അത് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കും കമൻറ്റ്സ്. പക്ഷേ നമുക്ക് ആ കോഡ് ബ്ലോക്ക് കാണുന്ന ഒരാൾക്ക്, മനുഷ്യർക്ക് അത് കാണുന്ന സമയത്ത് മനസ്സിലാവും ഇന്ന ബ്ലോക്ക് ഇതിനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമൻറ്റ്സ് ഉണ്ട്, അത് നോക്കാം എന്താണ്. വൈ യൂസ് കമൻറ്റ്സ്? എന്തിനാ? ടു എക്സ്പ്ലെയിൻ വാട്ട് യുവർ കമൻറ്റ് ഡസ്, വാട്ട് യുവർ കോഡ് ഡസ്. എന്താണ് നമ്മുടെ കോഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ്സ് ത്രൂ മനസ്സിലാക്കാൻ പറ്റും. ടു മേക്ക് യുവർ കോഡ് ഈസിയർ ടു റീഡ്. അതെ, ഒബ്വിയസ്ലി നമ്മുടെ കോഡ് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും സഹായിക്കും. ടു ഹെൽപ്പ് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് യുവർ വർക്ക്. അത് തന്നെ നമ്മുടെ വർക്ക് എന്താണ് ചെയ്തതെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇനി ഫ്യൂച്ചറിൽ വേറൊരാളാണ് വരുന്നെങ്കിലും അതാണെങ്കിലും അങ്ങനെയല്ലേ. പിന്നെ അല്ലെ നമ്മളിപ്പം ഫ്യൂച്ചറിൽ ഞാൻ തന്നെ ഇപ്പം ഇന്ന് ചെയ്ത കോഡ് എനിക്ക് 10 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവണമെന്നില്ല. അപ്പോൾ കമൻറ്റ്സ് ഒക്കെ പ്രോപ്പറായി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. ടു ഡിസേബിൾ പാർട്സ് ഓഫ് കോഡ് വിത്തൗട്ട് ഡിലീറ്റിംഗ് ദം. അല്ലേ, ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഏതെങ്കിലും പാർട്സും കാര്യങ്ങളൊക്കെ ഡിസേബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറേ വലിയൊരു കോഡ് ഉണ്ടാക്കി, ആ കോഡിനകത്ത് എനിക്കൊരു ബ്ലോക്ക് ഓഫ് കോഡ് ആവശ്യമില്ലാന്ന് തോന്നുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ ഒരു കോഡങ്ങ് ഞാനിപ്പം കമൻറ്റ്സ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കമൻ്റ് ആയിട്ട് മാറിക്കോളും. അപ്പോൾ ആ കോഡ് അവിടെ തന്നെ കാണുകയും ചെയ്യും. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആ കമൻറ്റ് ഹാഷ് അങ്ങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ എനിക്ക് ആസ് യൂഷ്വൽ ആയിട്ട് കോഡ് ബ്ലോക്ക് ആയിട്ടും യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതെന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം, ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളായിരിക്കും മേ ബി. മെയിനായിട്ട് നമുക്ക് 2 രീതിയിലെ കമൻറ്റ്സ് വരുന്നത്, സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻറ്റും. സിംഗിൾ ലൈൻ കമൻറ്റ് എപ്പോഴും ഹാഷ് വെച്ചാണ് തുടങ്ങുന്നത്, ഹാഷ്. അപ്പം ഞാൻ പറയുവാണ്, ഇപ്പോൾ എൻ്റെ ഒരു കോഡ് ബ്ലോക്ക് വലിയൊരു കോഡ് ബ്ലോക്കാന്ന് വിചാരിച്ചോ, അവിടെ ആ ബ്ലോക്ക് എനിക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചുമ്മാ അവിടെ പോയിട്ട് ഹാഷ് അങ്ങ് കൊടുക്കുക. ആ വരികളിലെല്ലാം ഹാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആയി പോവും. അപ്പോൾ അത് കമൻ്റായിട്ട് അങ്ങ് മാറിക്കോളും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ആ കോഡ് അവിടെ കാണുകയും ചെയ്യും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. എന്നാൽ അത് പ്രശ്നവും ഇല്ല. മനസ്സിലായോ? പിന്നെ എന്ന് പറയുന്നത് മൾട്ടി ലൈൻ എന്ന് പറയുമ്പോഴത്തേനും എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ സിംഗിൾ ട്രിപ്പിൾ കോഡ്സിലോ അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ കോഡ്സിലോ ആണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് കമൻറ്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. മൾട്ടിപ്പിൾ കമൻറ്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ, മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ്സ്. ഇപ്പം ഒരു വരിയൊക്കെ ആണെങ്കിൽ, സിംഗിൾ ലൈൻ ആണെങ്കിൽ നമുക്ക് ഹാഷ് ഇട്ട് കൊടുത്താൽ മതി. മൾട്ടി ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിപ്പിൾ കോഡ്സിലോ കൊടുക്കാം. സിംഗിൾ ട്രിപ്പിൾ കോഡ്സോ അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ കോഡ്സിലോ കൊടുക്കാൻ പറ്റും. ട്രിപ്പിൾ കോഡിൽ സ്ട്രിങ്സ് ആർ ടെക്നിക്കലി നോട്ട് കമൻറ്റ്സ് ബട്ട് മൾട്ടി ലൈൻ സ്ട്രിങ്സ് ആണ്. കണ്ടോ, ഇവിടെ പറയുന്നത് എന്താണ്, ആക്ച്വലി ഇവെന്ന് പറയുന്നത് മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോഡ്സിൽ കൊടുക്കുന്നതുകൊണ്ട് ആക്ച്വലി അവ സ്ട്രിങ് വാല്യൂസ് ആയിട്ടാണ്
ആക്ട് ആവുന്നത്. സ്ട്രിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡേറ്റ ടൈപ്പാണ് പൈത്തണിനകത്ത്. ഡേറ്റ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. നമ്പർ ഡേറ്റ ഉണ്ട്, ക്യാരക്ടർ ഡേറ്റ ഉണ്ട് അല്ലേ? ക്യാരക്ടർ ഡേറ്റയാണ് നമ്മൾ പൈത്തണിൽ സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രം ഇപ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മളത് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഇഫ് ദേ ആർ നോട്ട് യൂസ്ഡ് ആസ് എ വാല്യൂ, പൈത്തൺ ഇഗ്നോർ ദം. സോ ദേ ആക്ട് ലൈക്ക് കമൻസ്. മനസ്സിലായോ? ഇതാണ് മെയിൻ ആയിട്ടുള്ള സിംഗിൾ ലൈൻ കമൻറ്റും അതുപോലെ മൾട്ടി ലൈൻ കമൻറ്റ്. പിന്നെ വേരിയബിൾ ഇൻ പൈത്തൺ. വേരിയബിൾ ഇൻ പൈത്തൺ എന്താണെന്ന് നോക്കാമേ. A variable is a name that stores a value. It acts like a container. നമ്മളിപ്പം നെയിം ഈക്വൽ ടു ആലീസ്. അപ്പം നെയിം എന്ന് പറഞ്ഞ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ആലീസ് എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്തു. നമ്മൾ മാത്സിനകത്തൊക്കെ ചെയ്യത്തില്ലേ, എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 എന്നൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പോൾ അവിടെ എന്താ ചെയ്തേക്കുന്നത്? ആ ഒരു എയിലേക്ക് ആ 20 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ? അതേപോലത്തെ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പേരുകൾ നമ്മൾ എന്ത് പറയും? വേരിയബിൾസ് എന്നാ പറയുന്നത് കേട്ടോ. നെയിം, ഏജ് എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ വേരിയബിൾസ്. അത് ഒരു കണ്ടെയ്നർ ആണ്, അതിൽ ഒരു വാല്യൂ എപ്പോഴും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും വേരിയബിൾസ്. യു ഡോണ്ട് നീഡ് ടു ഡിക്ലെയർ ദ ടൈപ്പ്. പൈത്തൺ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി. പറഞ്ഞില്ലായിരുന്നോ, പൈത്തൺ ഒരു ഡൈനാമിക്കലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ടൈപ്പ് എന്താണ്, ഇത് ക്യാരക്ടർ വാല്യൂ ആണ്, ഇത് ഇൻഡിജർ വാല്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടതില്ല. മനസ്സിലായോ? പിന്നെ വന്നിട്ട് വേരിയബിൾ ഡിക്ലറേഷൻ റൂൾസ്. നമുക്കിപ്പം ഇങ്ങനെ പേരുകൾ കൊടുക്കുന്ന സമയത്ത് വേരിയബിളിന് ഒരു പേര് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഐഡന്റിഫയർ പഠിച്ച ഓർമ്മയുടെ ടോക്കൺസിൽ അതിനകത്ത് ഞാൻ പറഞ്ഞത് ആ റൂൾസ് തന്നെയാണ് ഇവിടെ വേരിയബിളിന് ഫോളോ ചെയ്യുന്നത്. കാരണം വേരിയബിൾ ഒരു ഐഡന്റിഫയർ ആണല്ലോ ഒബ്വിയസ്ലി. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ്, സ്മോൾ ലെറ്റർ എ ടു സെഡ്, അണ്ടർസ്കോർ, പിന്നെ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു വേരിയബിളിന്റെ പേര് തുടങ്ങുമ്പോൾ നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല. പിന്നെ സ്പേസസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അണ്ടർസ്കോർ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. പിന്നെന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഏജ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഏജ് കേട്ടോ. അത് ഉറപ്പായിട്ട് അങ്ങനെയാണല്ലോ. എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ ഏജ് കൊടുത്തിട്ട് അത് സ്മോൾ ലെറ്ററിന്റെ ഏജുമായിട്ട് ഈക്വൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ട് വേരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. കനോട്ട് യൂസ് പൈത്തൺ കീവേഡ്സ് ആസ് വേരിയബിൾ നെയിംസ്. അങ്ങനെയാണല്ലോ. നമുക്ക് പൈത്തൺ കീവേഡ്സ് ഈഫ്, എൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് പോയിട്ട് വേരിയബിൾ നെയിംസ് ആയിട്ടോ ഐഡന്റിഫയർ ആയിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പറഞ്ഞതാണ് ടോക്കൺസ് എടുത്തപ്പോൾ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു സോ മച്ച്.